സൂര്യ എന്ന് പറഞ്ഞ വ്യക്തി അങ്ങനെയല്ല. സൂര്യ എനിക്ക് 2013-14 തൊട്ടേ എനിക്കറിയാം. KKR ഞാൻ ആ സമയത്ത് ഞാൻ കോച്ചായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. സൂര്യ സിമ്പിളായിട്ടുള്ള മനുഷ്യൻ. സൂര്യ സംസാരിക്കുന്ന രീതി അങ്ങനെയാണ്. ബിന്ദാസ് ടൈപ്പാണ്, അല്ലാതെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതല്ല. ഇതിനുള്ള ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരൻസ് കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് നേരിട്ട് സ്ട്രെയിറ്റ് അവേ ക്രിക്കറ്റിൽ കൊണ്ട് വിടുന്നുണ്ട്. ക്രിക്കറ്റ് ബാക്കിയുള്ള ഗെയിമിലും ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് ഈസ് ഒൺലി ഗെയിം. ഒരു ഗെയിം സൈഡ് വേസ് ആയിട്ട് കളിക്കുന്ന ഏക ഗെയിം ക്രിക്കറ്റാണ്. ബാറ്റ് ചെയ്യണത് ഇങ്ങനെയാണ്, ബോൾ ചെയ്യണത് ഇങ്ങനെയാണ്, ഫീൽഡ് ചെയ്യണ സൈഡ്, ബാക്കിയെല്ലാം ചെസ് ഡൗണാണ് കളിക്കുന്നത്. ഫുട്ബോൾ തന്നെ, വോളിബോൾ ഇതാണെങ്കിലും. അപ്പോൾ നമ്മുടെ ഡെവലപ്മെൻറ്റ്, ഫിസിയോളജിക്കൽ ഡെവലപ്മെൻറ്റ്, നമ്മുടെ സൈറ്റിൻ്റെ ഏത് ഐ ഡോമിനൻസ്, ഇതൊക്കെ ക്രിക്കറ്റ് ആദ്യമേ കളിക്കുന്ന കുട്ടികൾക്ക് നല്ലതാണ്. എല്ലാവരും പറയുന്ന സഞ്ജുവിൻ്റെ കരിയർ IPL തുടങ്ങിയത് രാജസ്ഥാൻ റോയൽസിൽ നിന്നാണ്. തെറ്റാണ്. തുടങ്ങിയത് കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിൽ നിന്നാണ്. 13 വയസ്സിൽ 13 വയസ്സിൽ കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിൻ്റെ അന്ന് ഞാൻ അവിടെ വർക്ക് ചെയ്യും. ഞാൻ സഞ്ജുവിനെ ട്രയൽസിന് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര ഇമ്പ്രസ്. സൗരവ് ഗാംഗുലി ഇപ്പോൾ കളിക്കുകയാണ്. കോച്ച് ജോൺ ബുക്കനാണ്. ഇപ്പോൾ സ്ട്രെയിറ്റ് അവേ അക്കാഡമി കോൺട്രാക്ട് കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ് ഇയർ ഫസ്റ്റ് എനിക്കൊന്ന് ഏറ്റവും യങ്ങസ്റ്റ് ആയിരിക്കും സഞ്ജു IPL. ഇപ്പോൾ ഇവൻ വന്ന് മറ്റേ സൂര്യവംശി വന്നിരുന്നു. ഗൗതം ഗംഭീർ എന്ന് പറയുന്നത് സഞ്ജു സാംസണിൻ്റെ ഒരു വലിയ ആരാധകനാണ്. എനിക്കിപ്പോഴും ഓർമ്മയിൽ 12 or 14 ഗൗതം ഗംഭീർ അന്ന് കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിൻ്റെ ക്യാപ്റ്റനാണ്. അപ്പോൾ ഞാൻ ഫിസിയോ റൂമിൽ ആൻഡ്രൂ ലീറ്റീസ് ആയിരുന്നു ഫിസിയോയെ കാണാൻ പോയപ്പോൾ ഗൗതം ഗംഭീർ എന്തോ ട്രെയിനിങ് നടത്തുന്നു. പിന്നെ ബിജു ടേക്ക് കെയർ ഓഫ് സഞ്ജു, അവൻ വീഴാൻ സമ്മതിക്കരുത്, അവൻ ലെജൻഡായി വരുമെന്നുള്ള. സഞ്ജുവിൻ്റെ വേൾഡ് കപ്പ് പെർഫോമൻസ് തുടക്കത്തിൽ ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു. പ്രീ വേൾഡ് കപ്പ്, അതിന് മുമ്പുള്ള ന്യൂസിലാൻഡ് ടൂറ്, അതിലെ പെർഫോമൻസ് കഴിഞ്ഞപ്പം എല്ലാ മലയാളികളുടെയും പോലെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള ഒരു ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നൊരു വ്യക്തി എന്ന നിലയിൽ കൂടെ, ക്രിക്കറ്റ് കോച്ച് എന്ന നിലയിൽ എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു. പക്ഷേ ആ ഒരു 3 മാച്ചസിന് മുന്നാടിയുള്ള ഒരു 4-5 ദിവസത്തെ സഞ്ജുവിൻ്റെ കഠിനമായ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ മംഗലപുരം സെൻറ്റ് സേവിയേഴ്സ് ഗ്രീൻഫീൽഡ് ഗ്രൗണ്ടുകളിൽ സുബിൻ ബറൂച്ച എന്ന് പറയുന്നത് രാജസ്ഥാൻ റോയൽസിൻ്റെ ഹൈ പെർഫോമൻസ് ഡയറക്ടർ, അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഹാർഡായിട്ട് ഒരു ദിവസം 4, 5, 6 മണിക്കൂറാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഉടനുള്ള മാച്ചസ് നമുക്ക് റിസൾട്ട് കിട്ടിയില്ല. പക്ഷേ റിസൾട്ട് ഓഫ് ഡ്യൂ എന്ന് വിശ്വസിച്ചിരുന്നു. വേൾഡ് കപ്പിൽ ചാൻസ് കിട്ടിയപ്പം ഓരോ മാച്ച് കഴിയും തോറും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാമായിരുന്നു പെർഫോമൻസിൽ ക്വാളിറ്റേറ്റീവായിട്ട് കൂടി വരുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഹാപ്പി വിത്ത് ദ പെർഫോമൻസ്. പക്ഷേ സഞ്ജുവിൻ്റെ മാക്സിമം പെർഫോമൻസ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല. ഇതിലൊക്കെ മികച്ച നിലയിൽ സഞ്ജു ഇതിലും നല്ല ബൗളിംഗ് അറ്റാക്സിനെതിരായിട്ടൊക്കെ ബാറ്റ് ചെയ്യണ കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇനിയും സഞ്ജുവിന് ഇതിലും കൂടുതൽ കളിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഞ്ജു 2011 മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ അവിടെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ഒരു കോച്ചിങ് സെൻ്ററുണ്ട്. അവിടെ സുധീർ അലി, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റാറ്റിസ്റ്റീഷ്യനാണ്. അദ്ദേഹം ഈ സഞ്ജുവിൻ്റെ ഫാദറിനെ വിളിച്ചുകൊണ്ട് വരികയാണ് 2 കുട്ടികളുമായിട്ട്. സഞ്ജുവിൻ്റെ ചേട്ടൻ സലി അന്ന് 12-13 വയസ്സ്, സഞ്ജുവിന് 11 വയസ്സ്. അങ്ങനെയാണ് അവർ വന്നത്. വന്നപ്പോൾ തൊട്ടേ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരുന്നു. ഇത്ര ദൂരെ നിന്ന് വിഴിഞ്ഞത്തിൻ്റെ അപ്പുറത്തുനിന്ന് 2 ബസ് കയറി രാവിലെ 5:30-6 മണിക്കകത്ത് മെഡിക്കൽ കോളേജ് വരിക. പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലെ ഒരു ഗ്രൗണ്ട്സ്മാൻ്റെ റൂമിൻ്റെ സൈഡിൽ ഒരു ടാപ്പുണ്ട്, അവിടെ കുളിച്ച് ഡ്രസ്സ് മാറി തിരിച്ച് ബസ് കയറി പോയി. അത് കഴിഞ്ഞ് വൈകിട്ട് സെയിം ഇതേ റുട്ടീൻ വിത്തൗട്ട് ഫെയിൽ. അത് കഴിഞ്ഞ് ആദ്യമായിട്ട് സഞ്ജുവിന് ബ്രേക്ക് ഇടുന്ന എനിക്ക് 19 ഡേയ്സ് ടൂറ് കിട്ടി. Under-19 രാത്രി 4 മണിക്കെന്തോ തിരിച്ചു വന്നിട്ട് 6:30 ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. ആ ഡെഡിക്കേഷനൊക്കെ പലവണ്ണം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. വെസ്റ്റ് ഇൻഡീസ് ടൂറാണ് ഫസ്റ്റ് കിട്ടിയ. തുടക്കം മുതലേ സഞ്ജു ഇതേപോലെ ഡോമിനേറ്റ് ചെയ്യുന്നൊരു പ്ലെയറായിരുന്നു. സഞ്ജുവിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ് മാച്ചസ് എന്ന് പറഞ്ഞാൽ കേരളത്തിന് വേണ്ടി കളിക്കുന്ന Under-13 ഇതിലാണ്. അതിലൊരു 135, 236, ഒരു 100, പിന്നെ എൻ്റെ കണക്ക് ചെയ്യണം ഒരു 87, ഇത്രയും. അതും ഭയങ്കര ഡോമിനേറ്റ് ചെയ്യാണ് കളിക്കുന്നത്. ആ കളി ഒരിക്കലും മാറാൻ നോക്കിയിട്ടുമില്ല. അതാണ് ഫ്യൂച്ചർ ഓഫ് ക്രിക്കറ്റ്. അത് തെറ്റായ ധാരണ. എന്ന് വെച്ചാൽ പണ്ട് നമ്മൾ ഡേയ്സ് ക്രിക്കറ്റ്, അതായത് റെഡ് ബോൾ ക്രിക്കറ്റ് കളിക്കുമ്പോഴത്തേക്ക് നമ്മൾ 90 ഓവർ 270 എന്നൊക്കെ പറയുന്നത് ഒരു വളരെ സെഡേറ്റ് സേഫ് സ്കോറായിരുന്നു. അത് ഓസ്ട്രേലിയ ഗിൽക്രിസ്റ്റും മാത്യു ഹേഡനും ഒക്കെ ഇവർ ഓപ്പൺ ചെയ്ത് തുടങ്ങിയ ശേഷം 4 അല്ല 5 വരെ റണ്ണായി ഒരു ദിവസം 400 റൺ അടിക്കുന്ന സിറ്റുവേഷനിലേക്ക് പോയി. 400 റൺ അടിക്കുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 4 ദിവസം നമുക്ക് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും സെയിം. അപ്പോൾ ഇതേപോലൊരു പ്ലെയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടീമിന് ഭയങ്കര ഒരു മൊമെൻറ്റം കിട്ടുന്നതാണ്. പിന്നെ ഇമ്പാക്ട് പ്ലെയറാണ്. എല്ലാ മാച്ചും റൺ അടിക്കണോ. സഞ്ജു സാംസൺ, ഒരു അഭിഷേക് ശർമ്മ, ഒരു ഋഷഭ് പന്ത്, ഇവരൊക്കെ ഇമ്പാക്ട് പ്ലെയേഴ്സാണ്. വീരേന്ദ്ര സെഹ്വാഗ്, എല്ലാവരും എല്ലാ കളിയിലും നമുക്ക് 80 റൺ 100 റൺ അടിക്കില്ല. പക്ഷേ അടിക്കുന്ന മാച്ചസ് ടീമിന് വേണ്ടി കളിക്കും അവർ.
അല്ല അപ്പോൾ ഈ സഞ്ജുവിൻ്റെ ഒരു ഫുട് വർക്കിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ന്യൂസിലാൻഡ് അവസാനത്തെ 2 കളിയിൽ വിക്കറ്റ് പോകുന്നത് കാലനങ്ങിയിട്ട് പോലില്ല, ഭയങ്കരമായിട്ട് കമൻറ്റേഴ്സ് വിമർശിക്കുകയും ചെയ്യും. പക്ഷെ ഇപ്പം അവസാനത്തെ 3 മത്സരങ്ങളായപ്പോഴത്തേക്കും അത് നന്നായി പാടില്ല. അപ്പോൾ സഞ്ജു എന്ത് തയ്യാറെടുപ്പ് അങ്ങനെ ഈ ഫുട് വർക്ക് ഇതിന് മുമ്പുള്ള സെയിം തയ്യാറെടുപ്പ് തന്നെയാണ് ചെയ്തത്. നമ്മുടെ മെൻ്റൽ സ്റ്റേജ് ആയിരിക്കും ആ സമയത്ത്. നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വന്നിട്ടുണ്ട്, ക്രിക്കറ്റ് അല്ലാതെ തന്നെയുള്ള സിറ്റുവേഷൻ. പക്ഷേ അതേ സാഹചര്യം ഒരു 2 മാസം കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് നമുക്ക് പ്രസൻറ്റ് ചെയ്യും, നമ്മൾ റിയാക്ട് ചെയ്യണം വളരെ ഡിഫറൻ്റ് ആയിട്ട്. ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതേ ഉള്ളൂ, ഒരു അബറേഷനായിട്ട് കണ്ടാൽ മതി. അങ്ങനെയില്ല എന്ന് വെച്ചാൽ ഞാനും പല ഇന്ത്യൻ ടീമിൻ്റെ കൂടെയും പല IPL ടീമിനോടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. 11 പേർക്കേ കളിക്കാൻ പറ്റുള്ളൂ. കളിക്കുന്ന ഒരു ടീമിന് വേണ്ടി കളിക്കുകയാണ്. ബാക്കിയുള്ളവർ ആ സമയത്ത് ബാക്കി ഇരിക്കുന്ന വെളിയിരിക്കുന്നവരും അതേപോലെ ക്വാളിറ്റിയുള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ സഞ്ജുവിൻ്റെ ഇതാണെങ്കിൽ ഇതേപോലെ തന്നെ കുൽദീപ് യാദവ് ഇന്ത്യയുടെ പ്രൊവൺ മാച്ച് വിന്നറാണ്, വെളിയിരിക്കുന്നത്. നോക്കിയിട്ട് കാര്യമില്ല, കിട്ടുന്ന ചാൻസ് 2 കണ്ട് മുറുക്ക പിടിക്കുക, വിടാതിരിക്കുക. ഇനി അടുത്തത് നെക്സ്റ്റ് സഞ്ജുവിനെ എൻ്റെ ഒരു കണക്കൂട്ടൽ ശരിയാണ്, അടുത്ത 1 ഡേ ടീമിലേക്ക് സഞ്ജുവിൻ്റെ കംബാക്ക് ആയിരിക്കും. ഇതേപോലെ പെർഫോം ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ സംസാരിച്ച് തുടങ്ങും. BCCI വൃത്തങ്ങളും സെലക്ടേഴ്സും സീരിയസ് ആയിട്ട് ക്യാപ്റ്റൻസിക്ക് വേണ്ടി കൺസിഡർ ചെയ്ത് തുടങ്ങും. എന്തുകൊണ്ടെന്ന് സഞ്ജു ഇതിനു മുമ്പേ ഒരു മേജർ IPL ഫ്രാഞ്ചൈസി ലീഡ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. ജൂനിയർ ക്രിക്കറ്റ് തൊട്ടേ ലീഡറാണ്. പിന്നെ വളരെ എല്ലാ കാര്യങ്ങളും വളരെ കമ്പോസ്ഡായിട്ട് റിയാക്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. പ്രസ് കോൺഫറൻസ് ആണെങ്കിലും തന്നെയും ഓൺ ആൻഡ് ഓഫ്. അതിൻ്റെ ഏറ്റവും വലിയ മെച്യൂരിറ്റിയുടെ അടയാളമാണ് ഈ 3 കളി വെളിയിരുന്നിട്ട് ഒരു സംസാരവും ഒന്നുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അവസരം കിട്ടിയാൽ നല്ലൊരു ക്യാപ്റ്റനാവും. സ്ട്രെങ്തും വീക്ക്നെസ്സും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ SWOT അനാലിസിസ് നോക്കുകയാണെങ്കിൽ സഞ്ജുവിൻ്റെ വീക്ക്നെസ്സും സ്ട്രെങ്തും അറ്റാക്കിങ് ക്രിക്കറ്ററാണ്. ക്രിക്കറ്റ് ഒരു ബാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ എപ്പോഴും ഒരു റിസ്ക് ഫാക്ടറുണ്ട്. നമ്മൾ അതിൽ സ്ട്രെങ്ത് വീക്ക്നെസ് എന്ന് പറയാൻ പറ്റില്ല. ഇനി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓരോ പ്ലെയറും ഇവോൾവ് ചെയ്തുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതല്ല, അതിനേക്കാൾ ഇവോൾവ് ചെയ്തുകൊണ്ട്. എൻ്റെ കളി വിരാട് കോഹ്ലിയുടെ ഒരു 10 കൊല്ലത്തെ നമ്മൾ മുമ്പുള്ള വീഡിയോസ് കണ്ടാൽ ഇന്നത്തെ വീഡിയോസ് ലാസ്റ്റ് ബാറ്റ് ചെയ്യുന്ന വീഡിയോസ് കണ്ടാൽ ഭയങ്കരമായിട്ട് ഗ്രാഫിക്കായിട്ട് ചേഞ്ചസ് ആണ്. ഒരു പ്ലെയർ അവൻ കടന്നു പോണ മത്സരങ്ങളിലും കൂടെ കളിക്കുന്ന ബോളേഴ്സിൻ്റെയൊക്കെ കളിച്ച എക്സ്പീരിയൻസ് കാരണം ഇവോൾവ് ചെയ്യും. സൂര്യ എന്ന് പറഞ്ഞ വ്യക്തി അങ്ങനെയല്ല. സൂര്യ എനിക്ക് 2013-14 തൊട്ടേ എനിക്കറിയാം. KKRൽ ഞാൻ ആ സമയത്ത് ഞാൻ കോച്ചായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. സൂര്യ സിമ്പിളായിട്ടുള്ള മനുഷ്യൻ. സൂര്യ സംസാരിക്കുന്ന രീതി അങ്ങനെയാണ്, ബിന്ദാസ് ടൈപ്പാണ്, അല്ലാതെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതല്ല. അങ്ങനെ സൂര്യ സംസാരിക്കുന്നത്. സഞ്ജു കളിക്കുമ്പോൾ ഈ കൂടെ കളിക്കുന്ന കോ പ്ലെയർക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ട്, ഇപ്പോൾ ഇന്നലെ കമൻറ്റേറ്റർമാരൊക്കെ പറയുന്നത് വളരെ സപ്പോർട്ടീവായിട്ടാണ് കളിക്കുന്നത്. ആ ഒരു നേച്ചർ സഞ്ജുവിന് ഉള്ളതാണോ അതോ അല്ല, പണ്ട് തൊട്ടേ അങ്ങനെയാണ്. കേരള ക്രിക്കറ്റിൽ തന്നെ സഞ്ജു കളിക്കുമ്പോഴത്തേക്ക് കൂടുതലുള്ള പ്ലേയേഴ്സിനെ ഒരുപാട് എൻകറേജ് ചെയ്യാനും സപ്പോർട്ടീവായിട്ട് അവർക്കൊക്കെ ആ ലെവലിൽ കളിക്കാനുള്ള എന്താണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമൊക്കെ ഒരു വ്യക്തിയാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വളരെ ആക്റ്റീവായിട്ട്, പ്രത്യേകിച്ച് വിനോദ് സെക്രട്ടറി, ഇവരൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് പ്രോ ക്രിക്കറ്റാണ്. ക്രിക്കറ്റേഴ്സിന് എന്ത് വേണം ചോദിച്ചാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് മാച്ചസ് വേണോ, നിങ്ങൾക്ക് എത്ര ദിവസത്തെ ട്രെയിനിങ് വേണം, എല്ലാം അവർ ഫുള്ളി സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ക്വാളിറ്റി ഗ്രൗണ്ട്സ് ഉണ്ട്, ട്രെയിനിങ് ഫെസിലിറ്റീസ് ഉണ്ട്, ഒരുപാട് കോച്ചസ്. പണ്ട് കോച്ചസിൻ്റെ ഭയങ്കരമായിട്ട് നമുക്കിവിടെ അത്ര ക്വാളിറ്റി കോച്ചസിന് എണ്ണമില്ലെന്ന് പറയും. ഇപ്പോൾ കേരളത്തിൽ എനിക്കൊന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്വാളിഫൈഡ് കോച്ചസ് ഉള്ള കേരളത്തിലാണ്. ഒരു കാശ്മീരിന് രഞ്ജി ട്രോഫി ചാമ്പ്യൻസ് ആവുമെങ്കിൽ നാളെ കേരളത്തിന് ആയിക്കൂടാന്നില്ല. നമ്മുടെ വിശ്വാസവും നമ്മുടെ എഫർട്ടും പോലെ ഇരിക്കും. സഞ്ജുവിന് മുൻപ് ടിനു ഉണ്ട്, അതിന് ശ്രീശാന്ത് ഉണ്ട്. ഇവരെല്ലാം അവരവരുടെ സമയങ്ങളിൽ. പക്ഷേ സഞ്ജുവിനെ കുറച്ചുകൂടെ എൻഡിയർ ചെയ്തത്, ഒരു ജനങ്ങളിൽ ഒരാളാക്കി മാറ്റുന്നത് സഞ്ജുവിനെ വളരെ കാണുമ്പോൾ വളരെ സിമ്പിളായിട്ടൊരു വ്യക്തി. ഫ്ലാഷി ആയിട്ടുള്ള ഒരു പരിപാടിയില്ല, വളരെ സോബറായിട്ട് സംസാരിക്കുന്നു, സോബറായിട്ട് ഡ്രസ്സ് ചെയ്യുന്നു. അപ്പം ഒരു അനിയനായിട്ടൊരു മോനായിട്ട് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് മലയാളികൾക്കിടെ. അത് ഒരുപാട് പേരെ വളരെയായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ക്രിക്കറ്റിന് തീർച്ചയായിട്ടും സഞ്ജു സാംസൺ ഒരു പ്ലെയർ വന്നതിന് ശേഷം ഒരുപാട് കൊച്ചുകുട്ടികൾ കളിക്കാൻ വരുന്നുണ്ട്. അത് ഇനിയും വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം ഈ ക്രിക്കറ്റിനോട് ഒരു പാഷൻ കൊണ്ട് വരുന്നതാണോ അതോ ക്രിക്കറ്റിലെ ഒരു ലൂക്രേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്ന് വെച്ചാൽ ഒരു
പ്രസിദ്ധി അങ്ങനെ ആഗ്രഹിച്ചു വരുന്നതാണ്. ഒരു പാഷൻ കൊണ്ടുവരുന്ന പിള്ളേർ എത്രത്തോളം? 90% ഇതിലേത് പാഷൻ ഏത് ഇതാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ക്രിക്കറ്റ് ഒരുപാട് ഇന്ന് ടി വിയിൽ നമ്മൾ എന്ത് നോക്കിയാലും ഒരു വിരാട് കോഹ്ലി, ഒരു ധോണി, ഒരു ജമീമ റോഡ്രിഗ്സ്, ഒരു പൃഥ്വി, ഒരു സഞ്ജു എല്ലാവരും ടി വി നിറഞ്ഞിരിക്കുകയാണ്. അപ്പം അത് കാണുമ്പോഴത്തേക്ക് പിള്ളേരെന്തോ നമ്മളിപ്പോൾ റോൾ മോഡൽസിനെ ഫോളോ ചെയ്തേ വരത്തുള്ളൂ. ഇന്ന് ഒരുപാട് ഇത് വരുന്നത്. പിന്നെ ക്രിക്കറ്റ് ഒരു പ്രൊഫഷനായിട്ട് എടുക്കുകയാണെങ്കിൽ ഭയങ്കര ലുക്രേറ്റീവ് ആയിട്ടുള്ള പ്രൊഫഷനാണ്. ഒരു അണ്ടർ 14 സ്റ്റേറ്റ് കളിക്കുന്ന ഒരു കുട്ടിക്ക് തന്നെ എൻ്റെ സീസൺ കഴിയുമ്പോൾ കയ്യിൽ 2 ലക്ഷം 2.5 ലക്ഷം രൂപ വരും. രഞ്ജി ട്രോഫി ഒരു സീസൺ കഴിയുമ്പോഴത്തേക്ക് ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ തന്നെ ഒരു 10 ലക്ഷത്തിന് മേളിൽ പൈസ BCCIയുടെ മാച്ച് ഫീ മാത്രം ഒരു പ്ലെയറിന് കിട്ടും. രഞ്ജി ട്രോഫി ഫൈനൽ വരെ പോവുകയാണെങ്കിൽ അത് വലിയ പൈസയായിട്ട് മാറും. മാച്ച് ഫീസ് ഭയങ്കര വലുതാണ്. അപ്പോൾ കളിച്ച് മുന്നോട്ട് പോകാൻ ക്രിക്കറ്റ് തീർച്ചയായിട്ടും നല്ല. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിക്കറ്റ് വളരെ നല്ലതാണ്. പിന്നെ ക്രിക്കറ്റിൽ ആദ്യം ഇതിനുള്ള ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരൻസ് കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് സ്ട്രെയിറ്റ് അവേ ക്രിക്കറ്റിൽ കൊണ്ട് വിടുന്നുണ്ട്. ക്രിക്കറ്റ് ബാക്കിയുള്ള ഗെയിമിലും ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് ഈസ് ഒൺലി ഗെയിം. ഒരു ഗെയിം സൈഡ് വൈസ് ആയിട്ട് കളിക്കുന്ന ഏക ഗെയിം ക്രിക്കറ്റാണ്. ബാറ്റ് ചെയ്യണത് എങ്ങനെയാണ്, ബൗൾ ചെയ്യണത് എങ്ങനെയാണ്, ഫീൽഡ് ചെയ്യണ സൈഡ്, ബാക്കിയെല്ലാം ചെസ് ഡൗൺ ആണ് കളിക്കുന്നത്. ഫുട്ബോൾ തന്നെ, വോളിബോൾ ഇതാണെങ്കിലും. അപ്പോൾ നമ്മുടെ ഡെവലപ്മെൻറ്റ്, ഫിസിയോളജിക്കൽ ഡെവലപ്മെൻറ്റ്, നമ്മുടെ സൈറ്റിൻ്റെ ഏത് ഐ ഡോമിനൻസ്, ഇതൊക്കെ ക്രിക്കറ്റ് ആദ്യമേ കളിക്കുന്ന കുട്ടികൾക്ക് നല്ലതല്ല. ഒരു 7-8 വയസ്സ് വരെ ജിംനാസ്റ്റിക്സ്, കളരി ഇതിനൊക്കെ വിട്ട ശേഷം മദർ ഓഫ് ഓൾ ഡിസിപ്ലിൻസ് അത്ലറ്റിക്സാണ്. അതിനുശേഷം ക്രിക്കറ്റ് വന്നു കഴിഞ്ഞാൽ അവന് ടാലൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ പറ്റും. കുറച്ച് കാലം പോലെ ലോബിങ് പറയുന്നുണ്ട്. മീൻസ് ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ ടീമിൽ നിൽക്കണമെങ്കിൽ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ലോബി വേണം. ഇത്രയും ലോബി എന്ന് പറയുന്നത് ഇപ്പോൾ സഞ്ജുവിൻ്റെ കാര്യത്തിലാണെങ്കിലും സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ലോബിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഇപ്പോഴും ഉണ്ടോ ഇന്ത്യൻ ക്രിക്കറ്റ് ലോബി ഉള്ളതായിട്ട്? പണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളുണ്ട്. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തുഷാർ അറോത്തെ എന്ന് പറയും, ബറോഡ പ്ലെയറാണ്. തെണ്ടുൽക്കർ പറയുന്നത് ഈ പ്ലെയർ വേണം സ്പെസിഫിക് ആയിട്ട് വെസ്റ്റ് ഇൻഡീസ് ടൂറിന്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ബ്ലേസറും ബാഗും എല്ലാം വന്ന് പോയത് നോയൽ ഡേവിഡ് ഹൈദരാബാദിൽ നിന്ന്. ഇങ്ങനെ ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴങ്ങനെ ഇല്ല. ഇന്ന് ഈ സോഷ്യൽ മീഡിയ, എല്ലാവരുടെയും മാച്ചസ് ഓൺലൈനാണ്. ഇന്നൊരു പ്ലെയറിനെ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്തതിൻ്റെ പെർഫോമൻസ് എല്ലാം വരും, ഉടൻ തന്നെ കമ്പാരിസൺസ് വരും. അതുകൊണ്ട് അങ്ങനെ ലോബിയിങ്, എഗൻസ്റ്റ് ലോബിയിങ്ങും പ്രോ ലോബിയിങ്ങും നടക്കില്ല. പക്ഷേ രണ്ട് പ്ലേയേഴ്സ് ഒരു ഈക്വൽ ആണെങ്കിൽ കുറച്ച് ഡോമിനൻ്റ് ആയിട്ടുള്ള അസോസിയേഷൻ അവിടുന്ന് കളിച്ചെന്നിരിക്കും. ഈ എപ്പോഴും പറഞ്ഞു ഈ സഞ്ജു സാംസനെ പോലെയുള്ള പ്ലെയേഴ്സ് എപ്പോഴും ഒരേ രീതിയിൽ റൺ അടിക്കില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ കൺസിസ്റ്റൻസിയുടെ ഒരു പ്രശ്നം അവിടെ വരുന്നത്? എന്തുകൊണ്ടാണ് കൺസിസ്റ്റൻസി ഒരേ അടിച്ചില്ല എന്ന് അടിച്ചുകൂടായിക എന്നല്ല. നമ്മൾ അറ്റാക്കിങ് ഒരു പ്ലെയറാണ്. നമ്മൾ ക്രിക്കറ്റിൽ നമ്മൾ ബാറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് അറ്റാക്കിങ് ഷോട്ട്സ് റിലേ ചെയ്യുമ്പോൾ നമ്മൾ ഔട്ടാവാനുള്ള ചാൻസ് അതേപോലെ കൂടുകയാണ്. അതുകൊണ്ടാണ്. അതേസമയം വളരെ സ്ട്രെയിറ്റ് ആയിട്ട് 100 റൺ സ്ട്രൈക്ക് റേറ്റ് എന്ന് എല്ലാ ബോളും സിംഗിൾ എടുത്താൽ 100 റൺ വരും. ഇപ്പോൾ 200 റൺ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓവറിൽ 12 റണ്ണായി. ഒരു 12 റണ്ണ് വരണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 6 അല്ലെ 2 ബൗണ്ടറി വേണം. അതെല്ലാം റിസ്ക്. അപ്പോൾ നമുക്ക് റിസ്ക് റിവാർഡ് ഫാക്ട് ഇത് നോക്കുമ്പോഴത്തേക്ക് അറ്റാക്കിങ്ങിൽ റിസ്ക്കും ഉണ്ട് റിവാർഡും ഉണ്ട്. പക്ഷേ റിസ്ക് കൂടുതലാണ്. അതുകൊണ്ട് കൺസിസ്റ്റൻസി കിട്ടുമെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഈ ഫൈനലിൽ ഈ ഇന്ത്യ 255 ആണ്. ഈ ഒരു ഗെയിം പ്ലാൻ ഈ ടീം നേരത്തെ സെറ്റ് ചെയ്തിരുന്നോ, അതോ അതിങ്ങനെ വന്നതാണോ, അതോ അവർ സെറ്റ് ചെയ്ത് ഓരോ ടീമിൻ്റെയും പ്ലാനിനെക്കാളും ടീമിനൊരു ഫിലോസഫി ഉണ്ടാവും, പ്ലാനിങ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ പ്ലേയേഴ്സിന് ആദ്യത്തെ 6 ഓവർ കഴിഞ്ഞ IPL തൊട്ടാണ് അതിൻ്റെ സൺറൈസേഴ്സ് ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും കൂടെയുള്ള സ്റ്റാർട്ടുകൾ തുടങ്ങിയ ശേഷമാണ് ഈ 6 ഓവറിൽ ഇനിഷ്യലി IPLലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് 6 ഓവറിൽ ഒരു 60-70 റൺ സേഫാണ്. ഇപ്പോൾ 6 ഓവറിൽ 100 റണ്ണാണ് ടാർഗറ്റ്. പ്രത്യേകിച്ച് ഫിറോസ് ഷാ കോട്ട്ല, ചിന്നസ്വാമി ചെറിയ ഗ്രൗണ്ടിലാണ്. തട്ടിയാൽ പെണ്ണുങ്ങളുടെ മാച്ചുകളിൽ ഇങ്ങനെ തട്ടുന്ന ബോൾ നേരെ വെളിയിലാണ് പോകുന്നത്. അവിടെ 100 റണ്ണാണ് 6 ഓവറിൽ ടാർഗറ്റ് വെക്കുന്നത്. അത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് വന്ന് ഇതേപോലെ ഫ്ലാറ്റ് വിക്കറ്റ് കിട്ടിയപ്പോഴത്തേക്ക് അതേ ഗെയിം ഇവർ കളിക്കുന്നു, അതേ ഉള്ളൂ. സഞ്ജുവിൻ്റെ സഞ്ജു ഓപ്പണറാണ്, വൈറ്റ് ബോളിൽ ഓപ്പണറാണ്. പണ്ട് തൊട്ട് ഓപ്പണർ, റെഡ് ബോളിൽ താഴെ കളിക്കും. അല്ലല്ല, സഞ്ജു ആദ്യമേ കീപ്പറായിരുന്നു. തുടങ്ങി വന്നപ്പോൾ തൊട്ടേ കീപ്പറായിരുന്നു. എല്ലാവരും പറയുന്ന സഞ്ജുവിൻ്റെ കരിയർ IPL തുടങ്ങിയത് രാജസ്ഥാൻ റോയൽസിൽ നിന്നാണ്. തെറ്റാണ്. തുടങ്ങിയത് കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിൽ നിന്നാണ്. 13 വയസ്സിൽ കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിൻ്റെ അന്ന് ഞാൻ അവിടെ വർക്ക് ചെയ്യാം. ഞാൻ സഞ്ജുവിനെ ട്രയൽസിന് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇമ്പ്രസ്ഡ്. സൗരവ് ഗാംഗുലി ഇപ്പോൾ കളിക്കുകയാണ്. കോച്ച് ജോൺ ബുക്കനാണ്. അപ്പോൾ സ്ട്രെയിറ്റ് അവേ അക്കാഡമി കോൺട്രാക്റ്റ് കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ് ഇയർ
ഫസ്റ്റ് എനിക്കൊന്ന് ഏറ്റവും യങ്ങസ്റ്റ് ആയിരിക്കും സഞ്ജു IPL വരും. ഇപ്പം ഇവൻ വന്ന് മറ്റേ സൂര്യവംശി വന്നതിന് മുമ്പ് ഭയങ്കര ഒരു നെക്സ്റ്റ് ലെവൽ പ്ലെയറാണ്. ഞാനിപ്പം 3 ഫോർമാറ്റ്സിൽ അവൻ 100% കളിക്കാൻ പറ്റില്ല, ഇതേപോലെ തന്നെ കളിക്കും. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ലൈവ് ജാദവ്പൂർ യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിൽ UP ആയിട്ടുള്ള മാച്ചിൽ ഭുവനേഷ് കുമാർ പോലത്തെ പ്ലെയറിനെ ഇവൻ ടേക്ക് ഡൗൺ ചെയ്താൽ കാണാൻ ഭയങ്കര റേഞ്ചായിരുന്നു. എൻ്റെ ബോള് സത്യത്തിൽ കളി കാണാൻ നമുക്ക് സ്കൗട്ട്സിന് ഇരിക്കാൻ സ്ഥലമുണ്ടായിരുന്നു, ഇരിക്കാൻ പേടിയായിരുന്നു. ജിവോൻ്റെ ബോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറാൻ സമയം കിട്ടില്ല. ഭയങ്കര വെലോസിറ്റിയിലാണ് ബോൾ വരുന്നത്, അടി ഭയങ്കര സ്ട്രോങ്, ലോവർ ബോഡി ഭയങ്കര സ്ട്രോങ് ആണ്. അവിടെ നിങ്ങൾ അത് ഭയങ്കര സ്റ്റേബിളാണ്, അവിടെ നിങ്ങൾ പവർ ജനറേറ്റ് ചെയ്യും. അപ്പം ബോൾ അടിച്ച് ഗ്രൗണ്ടിലെല്ലാം അടിക്കാൻ നോക്കണം, വെളിയിൽ റോഡിൽ എവിടെയൊക്കെയാണ്. പെൺകുട്ടികൾ ഈക്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2017 വേൾഡ് കപ്പ് ആദ്യമായിട്ട് വിമൻ ടീം ഫൈനലിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ ഫീൽഡിങ് കോച്ചായിരുന്നു. അന്ന് ഞങ്ങൾക്ക് കിട്ടിയ പൈസ പറഞ്ഞാൽ 2 ലക്ഷം രൂപയാണ്. ഇന്ന് വേൾഡ് കപ്പ് ഫൈനൽ ജയിച്ചവർക്ക് കോടികളാണ്, കോച്ചസും സ്റ്റാഫിനും. അവർക്ക് ഐ എം റിയലി ഹാപ്പി ഫോർ ദം. പക്ഷേ ആ സമയത്ത് വിമൻ ക്രിക്കറ്റ് എന്നുള്ള ഒരു ആഫ്റ്റർ തോട്ടായിരുന്നു. BCCI വിമൻ ക്രിക്കറ്റിനെ ഏറ്റെടുത്ത സമയങ്ങളായിരുന്നു. അന്ന് മിതാലി രാജ്, ജുലൻ ഗോസ്വാമി ഇങ്ങനത്തെ പ്ലേയേഴ്സായിരുന്നു ഉണ്ടായിരുന്നുള്ളത്. നല്ല പ്ലേയേഴ്സായിരുന്നു. അവരുടെയൊക്കെ സ്ട്രഗിള് ഇന്ന് ഈ പ്ലേയേഴ്സിന് വെൽ റിവാർഡഡ്. മെൻ ക്രിക്കറ്റിൽ എന്ത് പൈസ കിട്ടുന്നു സെയിം പൈസയാണ്. ഈ സഞ്ജുവിന് ശേഷം അല്ല സഞ്ജുവിനൊപ്പം കേരളത്തിൽ നിന്നൊരു നാഷണൽ പ്ലെയർ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അഹമ്മദ് ഇമ്രാൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലൊരു തിരുവനന്തപുരത്തുള്ളൊരു പ്ലെയറുണ്ട്. ജോബിൻ ജോയ് എന്ന് പറഞ്ഞ് എറണാകുളം അടുത്തുള്ളൊരു പ്ലെയറുണ്ട്. ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അങ്ങനെ കുറേ പ്ലേയേഴ്സ് ജൂനിയർ ക്രിക്കറ്റ് വരുന്നുണ്ട്. അവരെങ്ങനെ ഗ്രൂം ചെയ്ത് പറഞ്ഞാൽ സഞ്ജു വാസ് കൺസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട്. 14, 16, 17, 19 എല്ലാം പെർഫോം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു പ്ലെയർ ഫോം ചെയ്യുന്നൊരു പീരീഡുണ്ട്. അത് കഴിഞ്ഞ് അവൻ്റെ പെർഫോമൻസ് ഉണ്ടാവും. സ്റ്റോം ചെയ്യുന്നൊരു പ്ലെയർ, അവൻ സ്റ്റോം ചെയ്ത് അനൗൺസിങ് മൈസെൽഫ് ഞാൻ ഇങ്ങനത്തെ പ്ലെയറാണ്. പിന്നെ അവൻ അവിടെ എങ്ങനെ അവനെ നോം ചെയ്ത് അവിടെ സ്റ്റേ ചെയ്യണം, അതാണ് ഏറ്റവും വലിയ ഫേസ്. സെലക്ഷൻ കിട്ടി ഇന്ത്യ വരെ കളിച്ച ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്, അവിടുന്ന് വീണ് പോയിട്ടുള്ളവരുണ്ട്. പക്ഷെ അവിടെ എങ്ങനെ നിൽക്കാൻ പറ്റും, അതിനുവേണ്ടി എന്തെല്ലാം നമ്മൾ സ്ട്രഗിൾ. നമ്മൾ ക്രിക്കറ്റ് കാണുന്നത്, എല്ലാവരും കാണുന്നത് അതിൻ്റെ ലൈഫ് സ്റ്റൈലാണ്. ഹാർദിക് പാണ്ഡ്യയുടെ കയ്യിൽ 14 കോടിയുടെ വാച്ചും ലക്ഷറിയസ് ലൈഫ് സ്റ്റൈലും 3 കോടിയുടെ കാർ ഇതൊക്കെ കാണും. പക്ഷേ അവിടെ നിൽക്കണമെങ്കിൽ അവരുടെ എഫർട്ടും അതേപോലെ തന്നെയാണ്. ഡയറ്റ്, റെസ്റ്റ്, അവർ കഴിക്കുന്നത്, കുടിക്കുന്നത് എല്ലാം ദേ ആർ വെരി കോഷ്യസ്. ട്രെയിനിങ് എല്ലാം. തീർച്ചയായും ഇപ്പം ഇങ്ങനത്തെയൊക്കെ വിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബൗളേഴ്സിന് മറ്റേ എന്തെങ്കിലും സർക്കാരിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒന്നുമില്ലാത്ത വിക്കറ്റ്. ന്യൂസിലാൻഡ് എന്തുകൊണ്ട് ടോസ് ചെയ്ത് ബോൾ ചെയ്തെന്നുള്ള അറിയില്ല. ഇന്ത്യൻ ടീമിൽ ഇത്രയും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉണ്ട്, ഒരു ഓഫ് സ്പിന്നറെ കളിപ്പിച്ചില്ല. ന്യൂസിലാൻഡ് ബാറ്റ് ചെയ്ത് ഒരു 220, 230 റൺ അടിച്ചിരുന്നെങ്കിൽ വളരെ നല്ല മാച്ചായിരുന്നു. ഇന്ത്യ ജയിക്കുമായിരിക്കും, പക്ഷേ വളരെ നല്ല മാച്ചായിരുന്നു. എന്ന് വെച്ചാൽ ഫൈനൽ ബിഗ് മാച്ച് ചേസിങ് എപ്പോഴും ഒരു പ്രശ്നമാണ്. പ്രഷർ, ക്രൗഡ്, ഇതൊക്കെ ഉണ്ട്. ഇല്ല എല്ലാത്തിലും ഈക്വലായിട്ട് തന്നെ കേരളത്തിൽ അങ്ങനെ എല്ലാ രീതിയിലുള്ള പ്ലേയേഴ്സും വരുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ ഒരു പയ്യൻ ഇപ്പോൾ പ്രാക്ടീസിന് വരുന്നത് നമ്മുടെ രാജീവിനെ അറിയാം, അത്ലറ്റിക്സ് ക്യാപ്റ്റൻ രാജീവിൻ്റെ ഇളയമോൻ. 6 അടിക്കുള്ള പൊക്കമുണ്ട്. റൈറ്റ് ആം ഓഫ് സ്പിൻ, ലെഫ്റ്റ് ആം സ്പിൻ, റൈറ്റ് ആം ലെഗ് സ്പിൻ എല്ലാം അറിയും. ഭയങ്കര വെർസറ്റൈലാണ്. ഒരുപാട് പേര് പ്ലേയേഴ്സ് വരുന്നുണ്ട്. എനിക്ക് സഞ്ജുവിന് ഒരു ബാറ്റ്സ്മാൻ്റെ എന്താ പറയണത്, മെച്യൂറായിട്ടൊരു ബാറ്റ്സ്മാന് ഈ ഏജിൽ ഒരു 6-7 കൊല്ലം കൂടെ തീർച്ചയായിട്ടും ഇതേ ഫോമിൽ കളിക്കാൻ പറ്റും. സഞ്ജു ഡിസൈഡ് ചെയ്യണം, വൈറ്റ് ബോൾ കളിക്കണോ റെഡ് ബോൾ കളിക്കണോ. വൈറ്റ് ബോൾ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ലോങ് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെഡ് ബോൾ ചൂസ് ചെയ്ത് കളിക്കണം, എല്ലാ മാച്ചസും കളിക്കാതെ ബോഡി പ്രിസർവ് ചെയ്ത്. വൈറ്റ് ബോളിൽ ഫോക്കസ് കഴിഞ്ഞാൽ സഞ്ജുവിന് വൈറ്റ് ബോൾ ഫോർമാറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു 6 കൊല്ലം ഡോമിനേറ്റ് ചെയ്ത് കളിക്കാൻ പറ്റും, ഇൻക്ലൂഡിങ് ക്യാപ്റ്റൻസി. ഗൗതം ഗംഭീർ എന്ന് പറയുന്നത് സഞ്ജു സാംസന്റെ ഒരു വലിയ ആരാധകനാണ്. എനിക്കിപ്പോഴും ഓർമ്മയിൽ 12 13 or 14 ഗൗതം ഗംഭീർ അന്ന് കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിൻ്റെ ക്യാപ്റ്റനാണ്. അപ്പോൾ ഞാൻ ഫിസിയോ റൂമിൽ ആൻഡ്രൂ ലീപ്പിയസ് ആയിരുന്നു ഫിസിയോയെ കാണാൻ പോയപ്പോൾ ഗൗതം ഗംഭീർ എന്തോ ട്രെയിനിങ് നടത്തണം. പിന്നെ ബിജു ടേക്ക് കെയർ ഓഫ് സഞ്ജു, അവൻ വീഴാൻ സമ്മതിക്കരുത്, അവൻ ലെജൻഡായി വരുമെന്നുള്ള. ഹൗ ഈസ് സഞ്ജു എപ്പോഴും കണ്ടാലും ഫസ്റ്റ് ചോദ്യം ഗൗതം ഗംഭീർ, മക്രന്ദ് സാറ്, ബൽവീന്ദർ സിംഗ് സന്ധു, ഈ 3 പേര് അന്നേ പറയുകയാണ്